ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കണവ റോസ്റ്റാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങളാണ് ഞാനിത് കാണിക്കുന്നത്. അത് ചെറിയ ഉള്ളി അരിഞ്ഞത്, അത് നമ്മുടെ അതായത് എത്രത്തോളം ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് നമുക്ക് ചേർക്കാം. കറക്റ്റായിട്ടൊരു ml കണക്കോ ഒന്നും പറയേണ്ടതായിട്ടില്ല. അത് അങ്ങനെ വരുന്നത് കേക്കിനാണ് നമ്മൾ കൃത്യമായ ഒരളവ്. ഒരല്പം കൂടുതൽ കുറയുകയും ചെയ്താൽ ബേക്കിംഗ് തെറ്റിപ്പോവും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പാചകം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ആവശ്യാനുസരണം എടുക്കാം. അപ്പോൾ കണവ എത്രയുണ്ടോ അതിന് യോജിക്കുന്ന രീതിയിൽ ചെറിയ ഉള്ളി എടുത്തു. ഇവിടെ ഇത്രയും ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇത്രയും ഉള്ളി, ചെറിയ ഉള്ളി കഴുകി മുറിച്ചെടുത്തിരിക്കുന്നതാണ്. ശേഷം കുറവായതുകൊണ്ട് ഒരേ ഒരു തക്കാളി, ടൊമാറ്റോ അരിഞ്ഞു വെച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. കഴുകിയിട്ട് ഒരു ടൊമാറ്റോ. ഇനി ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇവിടെ ഞാൻ 4 പച്ചമുളക് എടുത്തു. നല്ല എരിവുള്ള പച്ചമുളകാണ്. കരിവേപ്പില, ഞാൻ തേങ്ങ കാരണം ഒരു കഷ്ണം എടുക്കാൻ വിട്ടുപോയത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് കിട്ടിയ ഒരു പീസ് എടുത്തു, കൂടുതലായിട്ട് എടുക്കാൻ സാധിച്ചില്ല. തേങ്ങ ഇതുപോലെ ഇതേ അളവിൽ നമ്മൾ മുറിച്ചിട്ട ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് അധികമൊന്നുമില്ല. മുളക് പൊടി, വളരെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി അല്ല ഞാൻ പറയുന്നത്, നമ്മളിവിടെ പൊടിപ്പിച്ചെടുക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. ഇത് ഗരം മസാല, അത് നമ്മൾ മസാല വാങ്ങിയിട്ട് ഇവിടെ തന്നെ ഉണക്കി പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ്. അതായത് ഈ കണവ റോസ്റ്റ് ആയതുകൊണ്ടാണ് ഗരം മസാല ഇവിടെ ചേർക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുക. ഇത് കണവ, ഇത്രയും കണവയാണ്. ഇത് ഞാൻ വെള്ളം ഊർന്നു പോകാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരിപ്പയിലോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇത് നമുക്ക് ഇടാം, ഒന്നിച്ചൊക്കെ ഇട്ടാലും മതി. കരിവേപ്പില, ഞാൻ ഇവിടെ ഒരു ടിപ്പ് പറയാം. അതായത് കരിവേപ്പില നിറയെ, അതായത് ഫുൾ ഓഫ് വൈറ്റമിൻ എ ആണ്. ഈ വൈറ്റമിൻ എ കരിവേപ്പിലയിൽ ഉണ്ടെങ്കിലും ചൂടായ അല്ല തിളച്ച എണ്ണയിലേക്ക് കരിവേപ്പില ഇട്ടാൽ മാത്രമേ ആ വൈറ്റമിൻ നമുക്ക് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ മണത്തിന് വേണ്ടിയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം പലരും. ഇങ്ങനെ അറിഞ്ഞ് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുക്കിംഗ് ഒരു ഭയങ്കര രസകരമായൊരു അനുഭവമായി മാറും. കരിവേപ്പില ഇതിലിടുക. കരിവേപ്പിലയിൽ നമുക്ക് ധാരാളം വൈറ്റമിൻ എ കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു എണ്ണ ചൂടാകുമ്പോൾ ചൂടായ എണ്ണയിലേക്ക് കരിവേപ്പില ഇട്ടാൽ മാത്രമേ നമുക്ക് വൈറ്റമിൻസ് കിട്ടുകയുള്ളൂ. പിന്നെ കിട്ടുന്നത് നമുക്ക് മണത്തിനാണ്. പഴയ ആൾക്കാരെല്ലാം കണ്ടിട്ടില്ലേ, മീന് അല്ലെങ്കിൽ അതുപോലുള്ള കറികൾ, അവിയലൊക്കെ വെച്ചിട്ട് മുകളിലേക്ക് അവിയലിലേക്ക് കരിവേപ്പില മുകളിലിടും, അതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ ഒഴിക്കും. അപ്പോൾ അവർ വന്ന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. നമുക്കിത് ഇടാം. എണ്ണ ചൂടായി അതിലേക്ക് ഇട്ട് ഒന്നിളക്കി. അതിന് മൂക്കൊന്നും വേണ്ട. ഈ പച്ചമുളകിൻ്റെ എരിവാണ് നമ്മുടെ കറിക്ക് ഇന്നത്തേക്ക് എരിവെന്ന് പറയും. മുളക് അധികം ഉപയോഗിക്കാതിരിക്കുന്നു. പരമാവധി ഉപയോഗം കുറച്ചുകൊണ്ടാണ് നമ്മുടെ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. ചെറിയ ഉള്ളി കൂടെ ഇട്ടു. ഇത് റോസ്റ്റ് ആയതുകൊണ്ട് നാളികേരമൊന്നും നമുക്കിവിടെ ചേർക്കേണ്ട. ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് നമ്മുടെ പാചകത്തിൽ. പ്രത്യേക ഇൻഗ്രീഡിയൻസ് കുറവാണ്. അതുപോലെ സ്പൈസസ് ഒക്കെ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് വാടാനായിട്ട് അല്പം ഉപ്പ് കൂടെ ചേർക്കുന്നു. ഇത്ര ഉപ്പാണ് ചേർക്കുന്നത്. ഇത് പെട്ടെന്ന് വെന്ത് ഒന്ന് വാടിക്കിട്ടാനാണ് നമ്മൾ ഇത്രയും ഉപ്പ് ചേർക്കുന്നത്. പിന്നെ ബാക്കി നമുക്ക് അവസാനം കറിയൊക്കെ പാകമായ ശേഷം ചേർക്കാം. ഇത് കണ്ടോ, വലിയ ഒരു സ്പൂൺ കണ്ടോ? എന്തിനാണെന്ന് അറിയാമോ? അതായത് നമ്മൾ ഹെൽത്തിൻ്റെ കാര്യം നോക്കുന്ന പോലെ ഇത് നമ്മുടെ കൈയുടെയൊക്കെ ഒരു സുരക്ഷിതത്തിനാണ്. നീളമുള്ള ചെറിയ
സ്പൂണാകുമ്പോൾ നമുക്ക് ഇളക്കാൻ സൗകര്യമുണ്ട്. വിരലിലും കൈപ്പത്തിയിലും ഒന്നും അധികം ചൂട് തട്ടാതെ ഇരിക്കും. ഇത് പാചകത്തിനകത്ത് പറയണം എന്നില്ല, എന്നാലും ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നതാണ്. ഇനി നമുക്ക് ടൊമാറ്റോ, ഒരേ ഒരു ടൊമാറ്റോ എടുത്തിട്ടുള്ളൂ. ഇതിന് റോസ്റ്റ് ആയതുകൊണ്ട് ധാരാളം പുളിയൊന്നും വേണ്ട. അപ്പോൾ ഒരു ടൊമാറ്റോ, ഇത് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഈ സമയത്ത് തന്നെ നമുക്ക് പൊടി വർഗ്ഗങ്ങൾ, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, ഇത് നമ്മൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ ചേർക്കുന്നത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാനാണ്, മുളകിൻ്റെ കുത്തൽ ഒഴിവാക്കാൻ. ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കുക. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കാം. ഇത് വാടിക്കോട്ടെ. ഇതേ സമയം ഇതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കണവായും കൂടെ റോസ്റ്റിനുള്ള, ഇത് ശ്രദ്ധിച്ചോ, ഇതിങ്ങനെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് കാണാനൊരു ഭംഗി. ഇപ്പം മുറിച്ചെടുത്താലും കുഴപ്പമില്ല. അകത്തെല്ലാം നല്ല ക്ലീൻ ചെയ്ത ശേഷം നന്നായിട്ട് റൗണ്ട് കട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിട്ടു വൃത്തിയായിട്ട് കഴുകിയിട്ട് വെള്ളം പോർന്നു പോകാൻ വെച്ചതാണ്. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കുകയാണ്. ഇപ്പോൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. വേറെ നമ്മൾ മല്ലിപ്പൊടിയോ അത്തരത്തിലൊന്നും ചേർക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അത് കൂടുതൽ മല്ലി ചേർക്കരുത്. മീൻ വിഭവങ്ങൾക്കൊന്നും മല്ലി അധികം ചേർക്കാതിരിക്കുക. കാരണം പെട്ടെന്ന് ചീത്തയായി പോകും മല്ലി ചേർത്താൽ. അതിൻ്റെ തനതായ രുചിയും നഷ്ടപ്പെട്ടു പോകും, സ്വാദ് കിട്ടാതെ വരും. നമ്മൾ കഴിക്കും, കുഴപ്പമില്ലാന്ന് വരും. പക്ഷേ മല്ലി ചേർത്താൽ എപ്പോഴും ശ്രദ്ധിക്കുക, മീൻ വിഭവങ്ങൾ, കടൽ വിഭവങ്ങളുടെ തനത് രുചികൾ നഷ്ടപ്പെടും. അപ്പം ഇത്രയും കഴിഞ്ഞ് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കില്ല. തീ ഒരല്പം കൂട്ടി വെക്കുന്നു. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ കണവയിലുള്ള വെള്ളം കൊണ്ട് തന്നെയാണ് ഇത് വെന്ത് കിട്ടുന്നത്. ഇനി ഇത് അടച്ച് നമ്മളൊരു 5 മിനിറ്റ്, കൂടുതൽ നേരം കുക്ക് ചെയ്യാൻ പാടില്ല. പലരും ഇത് കുക്കറിലൊക്കെ വേവിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല, അത് ഹാർഡായി പോകും. ഈ ചെമ്മീന്, കണവയൊക്കെ 5 to 10 മിനിറ്റ്സ് ആണ് മാക്സിമം കുക്കിംഗ് ടൈം പറയുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുക. സോഫ്റ്റ് ആയിട്ടിരിക്കില്ല, വളരെ ഹാർഡായി പോകും കുക്കറിലും ഓവർ ടൈം കുക്ക് ചെയ്താൽ. അപ്പോൾ നമുക്കൊരു 5 തൊട്ട് 10 മിനിറ്റ് ഇത് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് എടുക്കാം. ആദ്യം തുറന്ന് നോക്കിയിട്ട് രണ്ടാമതൊരു തുറന്ന് വെച്ചൊരു 5 മിനിറ്റും കൂടെ. അപ്പോൾ ടോട്ടൽ 10 മിനിറ്റ് കുക്കിംഗ്. ഇനി നമുക്ക് തീ കുറച്ചിട്ട് അടച്ചു വെക്കാം. നമുക്ക് നോക്കാം. 5 മിനിറ്റ് കണ്ടോ, വെള്ളം കണ്ടോ? നമ്മൾ വെള്ളമേ യൂസ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ നല്ല വെള്ളമായിരിക്കുകയാണ്. ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് കിടക്കട്ടെ. തുറക്കാതെ അടച്ച് വെച്ചാലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വീണ്ടും 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 വെള്ളം ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അത് കണവ മാത്രമല്ല, നിങ്ങൾ ഫിഷ് കറി വെക്കുമ്പോഴും അടച്ച് കുക്ക് ചെയ്യാതെ ആദ്യത്തെ ഒരു 5-3 മിനിറ്റ് അടച്ച് കുക്ക് ചെയ്ത ശേഷം പിന്നീട് തുറന്ന് തന്നെ വെച്ച് വയ്ക്കുക. അപ്പം വെള്ളം വരത്തില്ല. വെള്ളം വറ്റാനുള്ളതാണ് ഏറ്റവും ആവശ്യത്തിന് നമുക്ക് ഇത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിനാൽ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് തുറന്ന് വെച്ച് കുറഞ്ഞ ഫ്ലെയിമിൽ, ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ നമ്മളിത് കുക്ക് ചെയ്യാം. അപ്പോൾ തുറന്നിരിക്കട്ടെ. നമുക്ക് കണ്ടോ, നല്ലപോലെ വറ്റി, എല്ലാം കുക്കായിട്ടുണ്ട്. ഉപ്പൊക്കെ ഞാനിപ്പോൾ ഒന്ന് ഉപ്പ് നോക്കി, കറക്റ്റായിരുന്നു. ഉപ്പ് കറക്റ്റാണ്, ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അല്പം വെളിച്ചെണ്ണ, ഇത് താല്പര്യമുള്ളവർക്ക് വേറെ ആ ടേസ്റ്റ് കിട്ടാം, കുറച്ച് ഒരു വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലൊഴിക്കുന്നു. നമ്മളിത് ഓഫ് ചെയ്ത് കഴിക്കാനായിട്ടൊക്കെ എടുക്കാം. നല്ല വിലക്ക് ഉണ്ടല്ലേ. ഇത് നമുക്കിനി നല്ലൊരു പ്ലേറ്റിലേക്ക് വിളമ്പി ടേസ്റ്റ് ചെയ്ത് കാണിക്കും. എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുന്നു, അടച്ചു വെക്കാം ഒരു 5 മിനിറ്റ്. എന്നിട്ട് നമുക്കത് കഴിക്കാനായിട്ട് എടുക്കാം. നല്ല ഒരു കണവ റോസ്റ്റ്. ഇത് ചെറിയ ഉള്ളിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മുറിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സവാള ചേർക്കാം. ഇനി കിട്ടാത്തവർക്ക് ചേർക്കാം. ഇവിടെ ഒരു ആദ്യം ചേർക്കേണ്ട ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു, ഞാനത് പറയുന്നില്ല. അതായത് പറയാൻ പറ്റാഞ്ഞത് മറന്നുപോയതാണ്. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കും, പേസ്റ്റ് ഇടത്തില്ല. പേസ്റ്റ് ചേർത്താൽ അടിയിൽ പിടിക്കും. നമ്മൾ ഏതായാലും ഇഞ്ചി, ജിഞ്ചർ
ഏത് പാത്രമാണെങ്കിലും അടിയിൽ പിടിക്കും. അപ്പം നമ്മൾ ഇഞ്ചി ചതച്ച് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നൈസായിട്ട് അരിഞ്ഞ് ജൂലിയറ്റ് കറ്റോ അങ്ങനെ ചെയ്യാം. പേസ്റ്റായിട്ട് ഒരിക്കലും ഉപയോഗിച്ച് കുഴപ്പമൊന്നുമല്ല, നല്ലതാണ്. പക്ഷേ ഇവിടെ ഇഞ്ചി നമ്മൾ ധാരാളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കേണ്ടതായിട്ടുണ്ട്. ഞാനത് ആദ്യം വിട്ടുപോയത് കൊണ്ട് ഇപ്പോൾ ഇടയ്ക്ക് ഒരല്പം പേസ്റ്റാണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തത്. ആദ്യം തന്നെ നമ്മൾ മുളകുമൊക്കെ പച്ചമുളക് ഇടുന്ന സമയത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് വെറുതെ ഒന്ന് ചെറുതായിട്ട് ചതക്കിയാകും. നല്ലപോലെ അരഞ്ഞാൽ അടിയിൽ പിടിക്കും. അത് നിങ്ങൾക്കറിയായിരിക്കും, അത് അടിയിൽ പിടിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക.